വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ഒരു തെറ്റും കൂടാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിൾ മന്തി റെസിപ്പി ആൻഡ് ടേസ്റ്റി റെസിപ്പി. നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് ക്യാപ്സിക്കൻ കട്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്യാണ്. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ മന്തിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിലാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ചപ്പ് പുതിന ഒരേ അളവിലെടുത്തിട്ട് അതും കുറച്ച് കട്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യാണ്. ആൻഡ് മെയിൻ സാധനം ചിക്കൻ മാഗി ക്യൂബ്. ഇപ്പോൾ ഈ മാഗി ക്യൂബ്സ് ബീഫും വെജിറ്റബിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മന്തിയാണെങ്കിൽ നമ്മൾ ചിക്കൻ തന്നെ നോക്കി വാങ്ങിക്കണം. അതിൽ 2 ബോക്സ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 4 മാഗി ക്യൂബ്സ്. നമ്മൾ 1 kg ചിക്കൻ എടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് അതേപോലെ ഇട്ട് കൊടുക്കുക ചതക്കാതെ. പിന്നെ കുറച്ച് ജീരകം ഇതേമാതിരി ചതക്കാതെ അതിൽ ആഡ് ചെയ്യുക, ചെറിയ ജീരകം. പിന്നെ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇതിൽ സ്പൈസി എന്ന് പറഞ്ഞത് കുരുമുളക് മാത്രമാണ്. അപ്പോൾ നമുക്ക് കുരുമുളക് നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം, ലെസ് ചെയ്യാം. ഞാനതിൽ അത്യാവശ്യം കുരുമുളക് ഇടുന്നുണ്ട്, കുറച്ച് നല്ല സ്പൈസി ആയിക്കോട്ടെ വെച്ചിട്ട്. അതിന് ആ ഒരു ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ചിക്കൻ അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിക്കൻ നമുക്കൊന്നെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ഈ കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചിക്കൻ കളർ ഓപ്ഷണലാണ്. നമുക്കിനി ഈ മസാല നല്ല മിക്സ് ആക്കി എടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വെച്ചിട്ടാണ് മസാല മിക്സ് ആക്കി എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ മാഗി ക്യൂബ്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം, അല്ലെങ്കിൽ മാഗി ക്യൂബ്സ് അവിടെ ഇവിടെ ആയിട്ട് കട്ടായിട്ട് കിടക്കും. then നമുക്ക് മസാല കൈ ഉപയോഗിച്ച് നല്ല മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഈ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1 hour എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആഫ്റ്റർ 1 hour നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ മന്തി റൈസ് നമ്മൾ വെള്ളത്തിലിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് കുക്ക് ചെയ്യുന്ന ടൈമിലാണ് ചട്നീസൊക്കെ റെഡിയാക്കി എടുക്കൽ. മന്തി റൈസ് ഞാൻ കിറ്റിലുള്ള റൈസല്ല വാങ്ങിക്കൽ, ഞാൻ വൈറ്റ് ബസ്മതി റൈസ് സെപ്പറേറ്റ് വാങ്ങിക്കലാണ്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പിന്നെ അവിടുത്തെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഇങ്ങനെ വാട്ടർ കൺസിസ്റ്റൻസി തോന്നും, പിന്നെ അതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറും. ഈ ടൈമിൽ ഞാനിത് മയോണൈസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് പാൽ വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കിതാണ് ഇഷ്ടം, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഇത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പേസ്റ്റ് രൂപത്തിലുണ്ടാവും, അത് കുഴപ്പമില്ല. അത് നമുക്ക് ദം ഇടുന്ന ടൈമിൽ റെഡി ആയി കിട്ടിക്കോളും. നന്നായിട്ട് വെള്ളം വറ്റണമെന്നില്ല, ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ ആ മസാല അവിടെ ഉണ്ടായിട്ട് കൊടുക്കും. അതിലുള്ള വെജിറ്റബിൾസൊക്കെ നല്ല കുക്കായാൽ മതി. പിന്നെ ചിക്കനും നന്നായിട്ട് കുക്കായാൽ മതി. അപ്പോൾ നമ്മൾ മന്തിൻ്റെ റൈസ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. റൈസ് നമ്മൾ നോർമൽ വെച്ച് ഊറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ ഐറ്റംസും പിന്നെ കുറച്ച് നമ്മൾ ഡ്രൈ ലെമൺ ഇല്ലേ അതും കൂടി ഇട്ടിട്ടാണ് ഈ റൈസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മൾ അടുപ്പത്താണ് വെച്ച് ഊറ്റുന്നത്. അപ്പം ഉമ്മ അത് ഇങ്ങനെ ഊറ്റാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഓറഞ്ച് റെഡ് എന്ന് പറഞ്ഞൊരു കളറിൽ നിന്ന് കിട്ടുന്നത്, അതുകൊണ്ട് എൻ്റെ ചിക്കനിൽ അത്ര കളർ പിടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് പാലിൽ കലക്കാറുണ്ട്. ഇന്ന് ഞാൻ നോർമലി വെള്ളത്തിലാണ് കുറച്ച് കലക്കിങ്ങാണ്ട് അതൊരു യെല്ലോ കളർ ടച്ച് ഇട്ടാൻ വേണ്ടി മേലെ കുറച്ച് ആ യെല്ലോ കളറും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ മന്തിയുടെ ഫൈനൽ സ്റ്റേജാണിത്. ഇതൊന്നും കൂടി സ്പൈസി ആവാൻ വേണ്ടി കുറച്ച് മുളക് എടുത്തിട്ട് താഴെ ഹോളാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റോറും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മന്തി ഒന്ന് സ്മോക്ക് ചെയ്യാൻ പോവുകയാണ്.
മന്തീൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിൽ തീൻ്റെ കനൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ വെച്ചിട്ട് മന്തി ദം ചെയ്യണത്. അപ്പോൾ ടെപ്പയും മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് പുറത്തുനിന്ന് കഴിക്കണേക്കാളും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.